ഈ കൊണ്ടിടുന്നത് എന്താണെന്നറിയാമോ? ഇത് ഫുൾ ഉപ്പാണ്. ഞാനിപ്പോൾ ഉള്ളത് നൈഗോണിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഉപ്പ് പാടം കാണുന്നത് തന്നെ. പിന്നെ ക്യൂരിയോസിറ്റി ആയി ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ ഇവരോട് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഒരു 10-15 ദിവസം കൊണ്ടാണ് ഈ ഒരു ഉപ്പ് ഫോം ചെയ്ത് വരുന്നത്. ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് ഫോം ചെയ്ത് വരുന്നത് ഒരു 15 ദിവസം എടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര കല്ലായിട്ടുള്ളൊരു ഉപ്പായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഫാക്ടറിയിലേക്ക് കൊടുക്കും. ഈ ഫാക്ടറികളാണ് ഇതെന്ത് ചെയ്ത് വരുന്നത്, പൊടികളാക്കിയിട്ട് പാക്കറ്റാക്കിയിട്ട് നമുക്കടുത്ത് തരുന്നത്. ഇവർക്ക് ഏകദേശം ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് ഇവർക്ക് ഏകദേശം കിലോയ്ക്ക് 5 രൂപ കൊടുക്കുന്നുള്ളൂ. നമുക്ക് കിട്ടുമ്പോൾ കിലോയ്ക്ക് 30 രൂപ ഏകദേശം ആ റേഞ്ചിലാണല്ലോ കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ അത്രയും വൃത്തിയുള്ള സ്ഥലങ്ങളൊന്നും അല്ല. ചുറ്റും പ്ലാസ്റ്റിക്കും അഴുക്ക് വെള്ളങ്ങളൊക്കെയാണ് കൂടുതലും ഉള്ളത്. പിന്നെ കൂനയായിട്ട് ഇട്ടിരിക്കുന്ന കുറേ സ്ഥലം ഉപ്പും കാണാൻ പറ്റും. പിന്നെ ഇവിടെ ജീവസാഹചര്യം ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. ഭയങ്കര നല്ല അടച്ചുറപ്പില്ലാത്ത കുറേ വീടുകളിലാണ് ഇവർ ഈ താമസിക്കുന്നതൊക്കെ. എങ്ങനെയാണോ അപ്പോൾ ഇവർക്ക് കിട്ടുന്ന കൂലിയൊക്കെ വളരെ തുച്ഛമായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്ര ശോചനീയ അവസ്ഥയിൽ ഇവരിവിടെ താമസിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ വീണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്